കനത്ത മഴയിൽ പാലക്കാട് കുടുംബ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വെള്ളം കയറി. വ്യവസായ കേന്ദ്രത്തിലെ ഖാദിയുടെ കൈത്തറി യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചു. മാത്രമല്ല, ഹരിത കർമ്മസേന ഷട്ടറുകൾക്കകത്ത് സൂക്ഷിച്ച മാലിന്യത്തിൽ ഉൾപ്പെടെ വെള്ളം കയറി മാലിന്യം ഒഴുകുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൽ 2008 MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ആ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ ഖാദി വ്യവസായ യൂണിറ്റ് ഉണ്ട്, അവരുടെ ഒരു കേന്ദ്രത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. നിരവധി ഷട്ടറുകൾ കടമുറികളായിട്ടാണ് ഇത് ഇവിടെ ഉള്ളത്. അതിൽ ഭൂരിഭാഗം ഭാഗത്തും ഈ കൊടുമ്പ് പഞ്ചായത്തിൻ്റെ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ മാലിന്യത്തിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി പൊതുവിലെ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഈ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ആകെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഖാദി യൂണിറ്റാണ്. ആ ഖാദി യൂണിറ്റിൽ ഇപ്പോൾ വെള്ളം കയറിയതോടുകൂടി അവർക്ക് അവരുടെ ഈ തുണിത്തരങ്ങൾ നെയ്യാനും മറ്റും കഴിയാത്ത ഒരു സ്ഥിതിയായി മാറിയിരിക്കുകയാണ്. ഈ ഖാദി യൂണിറ്റിലാണെങ്കിൽ വൈദ്യുതി ഇല്ല, അതുപോലെ തന്നെ ഇവർക്ക് ശുചിമുറി സംവിധാനങ്ങളോ മറ്റോ ഒന്നുമില്ല, ആകെ കടമുറി മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ ഇങ്ങനെ വെള്ളം കയറിയതോടുകൂടി ഈ കൈത്തറികളൊക്കെ നെയ്ത്ത് നടത്താൻ കഴിയാത്ത തരത്തിൽ വലിയ ദുരിതത്തിലായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഖാദി യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ജോലി ചെയ്യുന്ന ആളുകൾ ചേരുന്നുണ്ട്. നിങ്ങളിത് ഇവിടെ തുടങ്ങിയിട്ട് കുറേ കാലമായി, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ്? ഞങ്ങൾ 11 വർഷമായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ രണ്ടാളും ഇവിടെ വെള്ള സൗകര്യങ്ങളില്ല, പൈപ്പ് കണക്ഷൻ ഇല്ല, ബാത്റൂം ഇല്ല, പിന്നെ അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല. അതാണ് പിന്നെ കരണ്ടും ഇല്ല. അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ വെള്ളം പോലുള്ള സൗകര്യങ്ങൾ തീരെയില്ല. മഴ പെയ്തപ്പോൾ എന്താ അവസ്ഥ? ഫുൾ വെള്ളമാണ്. ഞങ്ങളുടെ തറി വെള്ളത്തിൽ നനഞ്ഞിരിക്കുകയാണ്. പാവ് മോശമാണെന്നാണ് വിചാരിക്കണത്. അതായത് മഞ്ഞൾ പൂപ്പലൊക്കെ വരും. ഈ വസ്ത്രങ്ങളിലും തറയിലും ഉൾപ്പെടെ പൂപ്പൽ വരും. തീർച്ചയായും വരും. തറി ഭയങ്കര ടൈറ്റ് ആകും. ഒന്നാമത് ഈർപ്പം തട്ടിയാലേ തറി നല്ല ടൈറ്റ് ആകും. നിങ്ങൾ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? മറ്റേ വേറെ എന്തെങ്കിലും വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടോ? വ്യവസായങ്ങളുണ്ട് പറഞ്ഞാൽ ആദ്യം ടൈലറിങ് ഉള്ളതാണ്. അവരിപ്പോൾ വെള്ളത്തിൻ്റെ അതുകൊണ്ട് അവർ പോയി ഷോക്ക് അടിക്കുകയും പിടിക്കുകയും ചെയ്ത്. വെള്ള സൗകര്യമാണ് നമുക്ക് ഏറ്റവും. വെള്ളം ഒഴിഞ്ഞു പോലുള്ള സൗകര്യം കണ്ടെത്തണം. വലിയ ബുദ്ധിമുട്ടാണല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടതല്ലേ നിങ്ങൾ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവർക്ക് കുറെ കാലമായി 2008 ശേഷം അശാസ്ത്രീയമായി ഈ ബിൽഡിംഗ് നിർമ്മിച്ചത് കൊണ്ട് ഇവർക്ക് അനുഭവിക്കുന്നത് ഈ പരിസരവാസികളായിട്ടുള്ളതും പിന്നെ ഇതിൻ്റെ വേസ്റ്റേജ് വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തൊട്ട് കിണറുകളും ബോർവെലും എല്ലാം നശിച്ചു. ആ ഒരു കുടിവെള്ള പദ്ധതി ഭയങ്കര രൂക്ഷമായി. ഇവരിപ്പോൾ ഓണത്തിന് വേണ്ടി തുണി തറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ കൊണ്ട് അവരുടെ ജീവിതം തന്നെ ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. ഓണത്തിന് തുണികൾ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓർഡർ എടുത്തത് യഥാസമയം കൊടുക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. ഒന്ന് ഈ നെയ്ത്ത് ഇവർക്ക് നടത്താൻ പറ്റുന്നില്ല. ഓണത്തിന് കൊണ്ടുപോകേണ്ട വസ്ത്രങ്ങളാണ് അവിടെ തറയിൽ കിടക്കുന്നത്. മറ്റൊന്ന് ഈ മാലിന്യത്തെ കൊണ്ട് ഈ കടമുറിയുടെ തന്നെ അപ്പുറത്ത് മാലിന്യം കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. ഈ വെള്ളം മുഴുവൻ മാലിന്യത്തേക്കാണ്. ഇവിടെ ആണെങ്കിൽ ജനവാസ മേഖലയാണ്, ഒരുപാട് വീടുകളുണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും നമുക്കറിയാം, വ്യവസായ കേന്ദ്രം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് കൊടുമ്പ് പഞ്ചായത്തിന് നല്ലൊരു വരുമാനം കിട്ടേണ്ട ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഗഡുകാശ്രീ മൂലം ഫുള്ളും വെള്ളം കയറി നിൽക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത് അംഗനവാടി കെട്ടിടമുണ്ട്. 11ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിനും അപകട ഭീഷണിയാണ്. ഹരിതകർമ്മസേനയുടെ വലിയൊരു യൂണിറ്റ്, അത് മാലിന്യ സംരക്ഷണ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 19ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ആ മാലിന്യങ്ങൾ മുഴുവൻ ഡംപ് ചെയ്ത് ഈ എല്ലാ ഷട്ടറിൻ്റെ ഉള്ളിലും കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ജോലി എടുക്കുന്നവരുടെ സുരക്ഷയെക്കുറിച്ച് പഞ്ചായത്ത് ആലോചിക്കുന്നില്ല. ഈ അടുത്തുള്ള ജനവാസ മേഖലയാണ്. മറ്റ് പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിക്കുന്ന ഈ സമയത്ത് ഇതിനൊരു നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിക്കാൻ ഓർഡർ ഇട്ടു എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ഒരു കാട്ടിക്കൂട്ടലിൻ്റെ ഒരു ഇതുപോലെയാണ് ഭരണാധികാരികൾ പെരുമാറുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിഹാരമാണ് നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്നത് BJPയുടെ പേരിൽ. അതുതന്നെയാണ് ഈ വിഷയത്തിലൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു ഖാദി യൂണിറ്റിന് പ്രവർത്തിക്കാൻ ഒരു വശത്ത് കഴിയുന്നില്ല, മറുവശത്താണെങ്കിൽ നിരവധി ഷട്ടറുകളിൽ മാലിന്യം കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നു. ഇവിടെ മുഴുവൻ വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. 2008 MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. എന്നിട്ട് അത് കാര്യമായ രീതിയിൽ അതിനെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ് ഈ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.